ഇരിഞ്ഞാലക്കുട I2 ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിൽ നിക്ഷേപകർക്കെതിരെ ഭീഷണിയുമായി കോൺഗ്രസ് നേതാവ്. അന്നത്തെ ബാങ്ക് ചെയർമാനും നിലവിലെ ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർപേഴ്സണുമായ MP ജാക്സണെതിരെ നിക്ഷേപകർ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി. കോൺഗ്രസ് ഭരിക്കുന്ന ഇരിഞ്ഞാലക്കുട I2 ബാങ്ക് വഴിവിട്ട രീതിയിൽ നിക്ഷേപങ്ങൾ നൽകിയതിനെ തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത്. മാസങ്ങളേറെയായി നിക്ഷേപകർക്ക് തങ്ങളുടെ തുക പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ നിക്ഷേപകർ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സണുമായ MP ജാക്സൺ പങ്കെടുത്ത പൊതുപരിപാടിക്ക് നേരെ നിക്ഷേപകർ കൂക്കി വിളിച്ചത്. ഇതിൽ പ്രകോപിതരായ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേടത്ത് ഭീഷണി മുഴക്കിയത്. MP ജാക്സനെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വൈകാരികമായി പ്രതികരിച്ചാൽ പാർട്ടി അതിൽ ഇടപെടില്ല എന്നായിരുന്നു ഭീഷണി. പാർട്ടി അപമാനിക്കാനോ അവഹേളിക്കാനോ പാർട്ടി നേതാക്കളെ ആവശ്യമില്ലാതെ അവഹേളിക്കാനോ വന്ന പാർട്ടി കയ്യും കെട്ടി മിണ്ടാണ്ട് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്ന ഇനി ധരിക്കണ്ട എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ഈ യോഗം വിളിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം RBI നിയന്ത്രണത്തിലാണ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം 1 വർഷത്തേക്ക് കൂടി നീട്ടാനാണ് സാധ്യത. ഇതോടെ നിക്ഷേപകർ ബാങ്കിലെത്തി പ്രതിഷേധിച്ചിരുന്നു. MP ജാക്സൺ ഇപ്പോൾ ബാങ്കുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ജനം, തൃശൂർ.